ഈശോയുടെ തിരുവിലാവിൽ നിന്ന് ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, 4-ാം ദിവസത്തെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുക. ദൈവാനുഗ്രഹം സ്വീകരിക്കണം, മനസ്സിലും ശരീരത്തിലുമുള്ള ശൂന്യത മാറ്റണം, കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. പ്രിയപ്പെട്ടവരെ, 4 വർഷമായി എൻ്റെ അമ്മ മരിച്ചിട്ട്. എൻ്റെ അമ്മ മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയോ ഒരു തോന്നലുണ്ടായി, ഇനി അധികം കാലം അമ്മയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്നെ വിളിച്ചു, മോനെ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ട്. ഞാൻ താമസിയാതെ എൻ്റെ അമ്മയുടെ അടുത്തെത്തി, കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു, എന്തിനാണ് എന്നെ വിളിച്ചത്, എന്ത് രഹസ്യം പറയാനാണ്? അപ്പം അമ്മ പറഞ്ഞത്, മോനെ, എൻ്റെ കയ്യിൽ കുറച്ച് പണമുണ്ട്, ബാങ്കിൽ ശകലം സ്വർണമുണ്ട്, മക്കൾ 5 എൻ്റെ മരണശേഷം നീ വേണം ഇതെല്ലാം ഡിവൈഡ് ചെയ്യാൻ, അതിൻ്റെ പേരിൽ ഒരു കുറവുണ്ടാകരുത്. അന്ന് അമ്മ മരിച്ചിട്ടില്ല, പക്ഷെ അന്ന് കാശെന്നെ ഏൽപ്പിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അമ്മയുടെ മരണശേഷമാണ് അമ്മയുടെ കാശും അമ്മയുടെ സ്വർണവും എനിക്കും ഞങ്ങളുടെ മക്കൾക്കെല്ലാം വീതിച്ച് കിട്ടുക. ഞാൻ ഈ കരുണയുടെ നൊവേനയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഒരുപാട് നന്മകളും ഒരുപാട് സമ്പത്തും സ്വർഗീയ സമ്പത്തും ഉള്ള വ്യക്തിയായിരുന്നു ഈശോ. ഈശോയുടെ സ്വർഗീയ സമ്പത്ത് നമുക്ക് കിട്ടിയത് എപ്പോഴാണ്? ഈശോയുടെ മരണശേഷമാണ്. ശരിക്കും പറഞ്ഞാൽ സ്വർഗത്തിലിരുന്നു കൊണ്ട് ഇന്ന് നമുക്ക് നൽകുകയാണ്. കൊരിന്ത്യസുകാരുടെ ലേഖനം 10-ാം അധ്യായം, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തണലിൽ ആയിരുന്നുവെന്നും കടലിലൂടെ കടന്നുവെന്നും നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവരെല്ലാവരും മേഘത്തണലിലും കടലിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീയ ഭക്ഷണം കഴിച്ചു, എല്ലാവരും ഒരേ ആത്മീയ പാനീയം കുടിച്ചു. അങ്ങനെ അനുഗ്രഹിച്ചത് ആത്മീയ ശിലയിൽ നിന്നാണ് അവര് പാനം ചെയ്തത്. ആ ശില ക്രിസ്തുവായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ മോശയോട് ദൈവം പറയുന്നുണ്ട്, അവർക്ക് വെള്ളമില്ലാതിരുന്നപ്പോൾ, നീ ആ പാറക്കെട്ട് അടിക്കുക, അപ്പോൾ ആ പാറയിൽ നിന്ന് ജലം വരും. പിന്നീടും ജനങ്ങൾക്ക് ദാഹമുണ്ടായി, കുറവുകളുണ്ടായി. പിന്നീട് ദൈവം പറഞ്ഞത് ആ ശിലയായ ക്രിസ്തുവിന്റെ അടുത്ത് എന്ന് കൽപ്പിക്കാനാ പറഞ്ഞത്. സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, ആ ശില ക്രിസ്തുവായിരുന്നു. അപ്പൊ ഇനി എന്ത് ചെയ്യണം? ഈശോയുടെ രൂപത്തിന്റെ മുൻപിൽ, കരുണയുടെ രൂപത്തിന്റെ മുമ്പിൽ നമ്മൾ ഇനി അടിക്കണ്ട, പിന്നെയോ കൽപ്പിച്ചാൽ മതി, നമുക്ക് വേണ്ടിടത്തോളം അനുഗ്രഹങ്ങൾ നമുക്ക് കിട്ടും. എൻ്റെ അമ്മയുടെ സമ്പത്തും എൻ്റെ അമ്മയുടെ കയ്യിലിരുന്ന സ്വർണവും എനിക്ക് ലഭിച്ചത് എൻ്റെ അമ്മയുടെ മരണശേഷമാണ്. അപ്പോഴാണ് എനിക്ക് അത് ഫ്രീ ആയി ഉപയോഗിക്കുവാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പൂർവികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൂർവികര് സമ്പാദിച്ചു കൂട്ടിയ സമ്പത്ത് സ്വർഗത്തിൽ ഇരിപ്പുണ്ട്. ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ടില്ലേ, ബാങ്കിൽ ഒരുപാട് കാശ് ഇങ്ങനെ അക്കൗണ്ടിൽ കിടക്കുകയാണ്. അറിയത്തില്ല ആരൊക്കെയാണ്, ആർക്ക് വേണ്ടിയിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്ന്. അപ്പൊ നമ്മൾ ആ ബാങ്കിലെ കാശ്, നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇങ്ങനെ ബാങ്കിൽ കാശ് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നോമിനി ആരാണെന്ന് അറിയത്തില്ല. ഇനി നോമിനിയെ കണ്ടെത്തി, നോമിനി എന്ത് ചെയ്യണം? അത് ഡോക്യുമെന്റ് ആയിട്ട് ചെന്ന് അത് ക്ലെയിം ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കത് കിട്ടുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ മുമ്പിൽ നിന്ന് ക്ലെയിം ചെയ്യാനാണ് അന്ന് മോശയോട് ആവശ്യപ്പെട്ടത്. അപ്പൊ പൂർവികരുടെ സമ്പത്ത് ധാരാളം സ്വർഗത്തിൽ കിടപ്പുണ്ട്, ധാരാളം സ്വർഗത്തിൽ ഇരിപ്പുണ്ട്. അപ്പൊ എന്തു ചെയ്യണം? എൻ്റെ അപ്പന്റെ, എൻ്റെ അമ്മയുടെ മരണശേഷം അവരുടെ വേണ്ടതായ കർമ്മങ്ങളെല്ലാം ചെയ്ത് എല്ലാ വർഷവും കുർബാന ചെയ്യുമ്പോൾ നമ്മൾ എന്തു ചെയ്യുകയാണ്? നമ്മൾ അവരുടെ മുമ്പിൽ നിന്ന് ക്ലെയിം ചെയ്യുകയാണ്. അവർ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ സമൃദ്ധമായിട്ട് ലഭിക്കാൻ. ഒരിക്കലൊരു സഹോദര വൈദികൻ എന്നോട് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. എൻ്റെ അമ്മ
ഒരുപാട് നന്മകളൊക്കെ ചെയ്തു കൂട്ടി. ഞാൻ എല്ലാ ദിവസവും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ ഏത് കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അമ്മയോട് പ്രാർത്ഥിക്കും. കാരണം ഒറ്റ ദിവസം പോലും കുർബാന മുടക്കാത്ത അമ്മയാണ്. ആ അമ്മയുടെ അനുഗ്രഹങ്ങളെല്ലാം സ്വർഗത്തിലാണ്. അതുകൊണ്ട് അമ്മയിൽ നിന്ന് എനിക്ക് അനുഗ്രഹങ്ങൾ നൽകുകയാണ്. അതുകൊണ്ടല്ലേ കൊച്ചു തെരേസ്യ പറഞ്ഞത്, ഞാൻ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ കൂടുതൽ അനുഗ്രഹങ്ങൾ ഞാൻ നിങ്ങളിൽ വർഷിച്ചുകൊണ്ടിരിക്കും. ഈശോയുടെ കുരിശുമരണത്തിന് ശേഷം നമുക്കിനി ആ രൂപത്തിന്റെ മുമ്പിലിരുന്ന് നമുക്ക് ക്ലെയിം ചെയ്യാം, കർത്താവെ, ഞങ്ങൾ നിന്റെ മക്കളാണ്, സ്വർഗത്തിലിരുന്ന് ധാരാളം അനുഗ്രഹങ്ങൾ വർഷിക്കണമേ എന്ന് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 4ാമത്തെ നിയോഗമായിട്ട് നമ്മൾ എടുത്തിരിക്കുക, അവിശ്വാസികളെയും ഇതുവരെ എന്നെ അറിയാത്തവരെയും ഇന്ന് എൻ്റെ സമീപേ കൊണ്ടുവരിക. എൻ്റെ കഠിനമായ പീഡാ സമയത്ത് അവർ എൻ്റെ സ്മരണയിൽ ഉണ്ടായിരുന്നു. ഭാവിയിൽ അവർക്കുണ്ടാകാനിരിക്കുന്ന തീഷ്ണത എൻ്റെ ഹൃദയത്തെ ആശ്വസിപ്പിച്ചു. അവരെ എൻ്റെ കരുണയുടെ കടലിൽ മുക്കിയെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് നിയോഗം വെക്കുക മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണ്. ഒരുപക്ഷെ കുറെ നാളായി അപ്പൻ്റെ തലമുറയിലുള്ള, അമ്മയുടെ തലമുറകളിലുള്ള ആരെയും നമുക്ക് അവരെ ഓർത്തിട്ടുണ്ടാവില്ല. അവർ മരിച്ചുവെങ്കിലും നമ്മുടെ കുടുംബ വൃക്ഷത്തിന്റെ ഭാഗമാണ്. അവരെ ഓർക്കുമ്പോഴാണ് നമ്മൾ അവരോട് ചേർന്ന് നിൽക്കാനായിട്ട് പറ്റുക. അവരെ ഓർക്കുമ്പോഴാണ് സ്വർഗത്തിലിരുന്നു കൊണ്ട് അവർക്ക് നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് പറ്റുക. പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയവരുടെ അനുഗ്രഹം നമുക്ക് വാങ്ങിയെടുക്കാൻ പറ്റും. നമ്മൾ നമ്മളെ മാത്രം ചിന്തിച്ചാൽ പോരാ. ഇനി മരിച്ചു പോയവർക്ക് വല്ലതും രക്ഷിക്കാൻ പറ്റുമോ? പണ്ടൊക്കെ നമുക്കറിയില്ലേ, വിശുദ്ധന്മാരെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കില്ലായിരുന്നു. പണ്ട് വസൂരിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ സെബസ്ത്യാനോസിന്റെ ഒക്കെ രൂപമെടുത്തുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചു, അവരനുഗ്രഹിച്ചു, വസൂരി മാറി. പ്രിയപ്പെട്ടവരെ, മരിച്ചുപോയ എല്ലാവർക്കും ഈശോയ്ക്ക് അനുഗ്രഹിക്കാമെങ്കിൽ മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മെ അനുഗ്രഹിക്കാൻ പറ്റും. അതുകൊണ്ട് ഈശോയിലേക്ക് മനസ്സ് തിരിഞ്ഞ് നമുക്ക് ഈശോയുടെ കരുണക്കടലിലേക്ക് കൊണ്ടുവരാം. കർത്താവെ, അവരെ ആ കരുണക്കടലിൽ മുക്കിയെടുക്കണം. ഞങ്ങൾ ക്ലെയിം ചെയ്യുകയാണ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടവര് ഒരുപാട് ത്യാഗം ചെയ്ത് ഒരുപാട് സമ്പത്തുണ്ടാക്കിയിട്ടുണ്ട്, ആത്മീയ സമ്പത്ത്. അതുകൊണ്ട് ആ സമ്പത്ത് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ആശീർവാദ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ആശീർവാദത്തിലൂടെ നമുക്ക് ദൈവാനുഗ്രഹം കിട്ടട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും പിതാവായ ദൈവത്തിന്റെ അചഞ്ചലമായ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹവും ഈ ആശീർവാദത്തിലൂടെ നിങ്ങളുടെ മേലും നിങ്ങളുടെ നിയോഗങ്ങളുടെ മേലും ദൈവസമൃദ്ധമായിട്ട് വർഷിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.